കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇറങ്ങില്ല ഉമ്മൻചാണ്ടിയുടെ ഇറങ്ങാത്ത ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾ വിശ്വസിക്കുക, ഞങ്ങളുടെ വേദന എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞങ്ങളുടെ കുട്ടികൾക്ക് എവിടെ പഠിക്കും, എവിടെ പഠിപ്പിക്കും? ഒരു സ്കൂൾ ഞങ്ങൾക്ക് തരുന്നിട്ടുണ്ടോ? ഒരു എയ്ഡ് സ്ഥാപനം അവിടെ ഉണ്ടോ? ഒരു എയ്ഡ് കോളേജ് അവിടെ ഉണ്ടോ? ഉള്ളവരെല്ലാം തന്നെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ആകെ പെരിന്തൽമണ്ണയിൽ ഞങ്ങൾക്ക് ഒരു അണ്ണയുടെ കോളേജ് അതെങ്കിലും ഒന്ന് എയ്ഡുണ്ടാക്കി തന്നില്ലെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിലെ നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാർ അവർ ചേർന്ന ട്രസ്റ്റുകൾക്ക് അവിടെയുള്ള മുസ്ലിങ്ങളായ പാവങ്ങൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുകയില്ല. നേതാക്കന്മാരാണ് കോളേജിലെല്ലായിടത്തും നിങ്ങൾ എടുത്തതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളൂ. അവിടെ എത്ര കോളേജാണുള്ള മുസ്ലിങ്ങൾക്ക്? 7 കോളേജിൽ 11 ഉണ്ട് മിസ്റ്ററെ. ആ 11 7 കോളേജ് അവർക്കുണ്ട്. ആ 7 കോളേജിൽ MESൻ്റെ കൂടെ അല്ല കൂടുതലും. MES മുസ്ലിം സമുദായത്തിൻ്റെ സമുദായ സംഘടനയാണ്. ഇത് വ്യക്തികൾക്കാണ് മഹാഭൂരിപക്ഷം. മുസ്ലിം സമുദായത്തിൻ്റെ വ്യക്തികൾക്കും അവരുടെ നേതാക്കന്മാരും പങ്കിട്ടെടുത്തിരിക്കുകയാണ് കോളേജുകളെല്ലാം. അതോടൊപ്പം നിങ്ങൾ ഈ 11 പറയുമ്പോൾ പിന്നെ ഒരു 6 കൂടെ ഉണ്ട്. ആ 6 എന്ന് പറഞ്ഞാൽ അറബിക് കോളേജ്. ഈ അറബിക് കോളേജ് തുടങ്ങണമെങ്കിൽ 2.5 ഏക്കർ മതി. അറബിക് കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങി അതിനോടുകൂടി 7 കോഴ്സ് അങ്ങോട്ട് തുടങ്ങും. UGCയുടെ അനുവാദവും മേടിക്കും. അപ്പോൾ അവിടെയും ശമ്പളം കൊടുക്കണം. UGC സാലറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എത്ര കിട്ടി? 11 6 17 സാലറി, UGC സാലറിയാണ് കിട്ടണത്. അപ്പോൾ ഈ 2.5 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ അറബിക് കോളേജിൻ്റെ അക്കൗണ്ടിലും 7 കോളേജിന് തുല്യമായ കോളേജാണ്. ഇതെല്ലാം കിട്ടുമ്പോഴും അവരനുഭവിച്ചോട്ടെ. നമുക്കൂടെ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ അത് ജാതിയാണ് മിസ്റ്ററെ. ഒരു നീതിക്ക് വേണ്ടി ഞങ്ങളുടെ യാചനയല്ലേ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാക്കി ഇവരെ കൈവശം വെച്ചിട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ? 5 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ഒരാളെങ്കിലും അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ എടുത്തിട്ടുണ്ടോ കഴിഞ്ഞ കാലഘട്ടത്തിൽ?